മോളെ ജൂലി, കർത്താവിന് നമ്മോട് കൂടുതൽ സ്നേഹം തോന്നുമ്പോ കർത്താവ് നമ്മെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിളിക്കുന്നു. അതാണ് മരണം. എന്ത് പറ്റി ആന്റി? എന്ത് പറ്റി? പറയൂ പറയൂ ആന്റി. കർത്താവ് നിന്റെ ഡാഡിയെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക്. മോളെ ജൂലി, ജൂലി, മോളെ ജൂലി, ജൂലി, ജൂലിയുടെ ലെറ്ററായിരിക്കും. നിനക്ക് മാനേഴ്സ് ഇല്ലല്ലോ. നിനക്ക് വരുന്ന ലെറ്റേഴ്സ് ഞാൻ പൊട്ടിക്കാറില്ലല്ലോ. ജൂലിക്ക് സുഖം തന്നെ അമ്മേ? തന്നെ തന്നെ. Go and sit down there. ഡാഡിയുടെ മരണ വിവരം അറിയുമ്പോൾ അവൾ സുഖമല്ലാതെ ഹോസ്പിറ്റലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാഞ്ഞത്. അവൾ ജോലി രാജിവെച്ചു. ഞാൻ നാളെ തന്നെ പോയി അവളെ അങ്ങോട്ട്. മമ്മി പോകുമ്പോ ഞങ്ങളും വരും. വേണ്ട വേണ്ട, വലിയ ചെലവാണ്. ഞാൻ തന്നെ പോയിക്കോളാം. പ്ലീസ് മമ്മി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മോളെ, മമ്മി, മമ്മി, മോളെ, നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കണം. നിന്റെ ഡാഡി മരിക്കുമ്പോഴും നിന്നെ വിളിച്ചു. നമുക്ക് നിന്റെ ഡാഡിക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കണം. നിനക്കൊരു വാച്ച് വാങ്ങണം എന്നുള്ളതായിരുന്നു നിന്റെ ഡാഡിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ശമ്പളം ബാക്കി കിട്ടിയ ഉടനെ തന്നെ ഞാൻ ആദ്യം ഒരു വാച്ച് വാങ്ങി. ഇതാ മോളെ. ഡാഡി, ഓ ഡാഡി, ഡാഡി. Don't cry, my child. No, don't cry. മോളെ, നമുക്ക് ഇന്ന് തന്നെ പോകണം. നീ ജോലി രാജിവെച്ചെന്നാണ് ഞാൻ എല്ലാവരുടെ പറഞ്ഞിരിക്കുന്നത്. പോകാനൊരുക്കോളൂ മോളെ. ഒരുങ്ങാൻ ഒന്നുമില്ല മമ്മി, ഒന്നുമില്ല. ഒരുങ്ങി കഴിഞ്ഞു മമ്മി, നമുക്ക് പോവാം. കുഞ്ഞിന് വേണ്ട മോളെ. ഞാൻ ആന്റിയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർ അനാഥാലയത്തിൽ ചേർത്തോളൂ. മമ്മി, നോ നോ മമ്മി, നോ. എന്റെ മോൻ എന്റെ കൂടെ ജീവിക്കും. എന്റെ കുഞ്ഞിനെ കൂടാതെ ഞാൻ എങ്ങും വരില്ല. ജൂലി, എന്നോടൊന്നും പറയരുത്. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. എന്റെ മോനെയും കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ജീവിക്കും. മമ്മി പോയിക്കോ, പോയിക്കോളൂ. ജൂലി മോളെ, എന്നോടൊന്നും പറയരുത്. മോനെ, എന്റെ പൊന്നു മോനെ. മോളെ ജൂലി. ആന്റി ഞാൻ പോകല. ആന്റി ഞാൻ പോകല. മോളെ, മമ്മി പറയുന്നത് വേണ്ട ആന്റി, വേണ്ട. നീ കൊണ്ട് വീട്ടിൽ ചെന്നാൽ എന്താണ് ഉണ്ടാവുക?
എന്റെ കുടുംബത്തിന് പേര് ദോഷം. അയലിന് പോലും ഒരു ഹസ്ബൻഡിനെ കിട്ടുകയില്ല. മരിച്ചുപോയി ഡാഡിക്ക് പേര് ദോഷം. മോള് മമ്മി പറയുന്നത് കേൾക്കും. മമ്മിയുടെ കൂടെ പോകും. കുഞ്ഞ് അനാഥാലയം നല്ല പോലെ മമ്മി പറയുന്നത് കേൾക്കും. മോളെ വാ മോളെ, കമോൺ, ടൈം ആയി. കമോൺ കമോൺ. ആന്റി, ബൈ ബൈ ആന്റി. വാ മോളെ, ബസ്സിന് സമയമായി. മോളെ ആന്റി, കുഞ്ഞ് വാ 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 മോളെ, ഒരുപാട് സമയമായി. വാ. ആന്റി വാ വാ. ആ പെട്ടി എടുത്തോ. Come on. വാ മോളെ, സമയം വാ. മമ്മി, മമ്മി, എന്റെ മോനെ വിശക്കുന്നു മമ്മി. ഞാൻ പോട്ടെ മമ്മി. വരാനാണ് പറഞ്ഞത്. പ്ലീസ് മമ്മി, പ്ലീസ്. പെട്ടി എടുക്ക. എടുക്ക പെട്ടി. വാ. ജൂലി, കരയരുത്. ഹായ് ജൂലി, കം കം. ജൂലി, ജൂലി, അവളെ എന്തിനാ ഉപദ്രവിക്കുന്നത്? Come on, take this thing. Go inside. മോളെ, അകത്ത് വാ. Good evening, Julie. Good evening. How are you? How are you, Richie? ജൂലിയുടെ കുഞ്ഞിന് സുഖമാണ്. ജൂലി, I am sorry, Julie. See you later. You are right, my daughter. എമ്മായിരം കാണിക്കുന്നവന്റെ കളക്കുറ്റി അടിച്ചു പൊട്ടിക്കണം. ഞാൻ നിനക്ക് ഒന്നാം ക്ലാസ് റെസ്റ്റോറന്റ് വാങ്ങി. A beautiful restaurant. എന്നോട് ക്ഷമിക്കൂ ഡാഡി, എന്നോട് ക്ഷമിക്കൂ ഡാഡി. I'm so sorry, Daddy. I'm so sorry. ജൂലി, ജൂലി വന്ന വിവരം ഞാൻ അറിഞ്ഞു. ജൂലി തനിച്ചേ വന്നുള്ളോ? കുഞ്ഞ് പറയാ ഉഷ, മറ്റാരോട് പറയാ? എല്ലാം പറയാ.
God. എന്തിനാണ് നിൽക്കുന്നത് ജൂലി? എനിക്കെല്ലാം മനസ്സിലായി. എന്താ? ഓ, ഇതാണ് എന്റെ കോൺവെന്റ് ജോലിയില്. No, I didn't know. Oh my God. Julie, Julie, my God. Oh, Julie, I'm sorry, Julie. Julie, I'm sorry. It's okay. Come down. Please, get a good. എന്താ മോളെ? എന്താ? ഇനി ആരോടും ഒന്നും ഓടിക്കാനില്ല. എനിക്ക് എന്റെ മോനെ കാണണം, എന്റെ കുഞ്ഞെ കാണണം. മമ്മി, മമ്മി, മമ്മി ഒരു അമ്മയല്ലേ? മമ്മി പ്ലീസ്. നിനക്ക് നിന്റെ മോനെ കാണണല്ലേ? മമ്മി, അതിനു മുമ്പേ എന്റെ ശവമായിരിക്കും നീ കാണുന്നത്. Yes. വരാൻ പറയും. Come in. Good morning, sir. Good morning. Sit down. Thank you, sir. എന്താ? ഡാഡി മരിച്ചതിന് ശേഷം വീട്ടിലെ കാര്യങ്ങൾ പ്രയാസത്തിലായിരിക്കുകയാണ്. ജിമ്മി ഇംഗ്ലണ്ടിലേക്ക് പോയി. മറ്റാർക്കും ജോലിയില്ല. മമ്മി പറഞ്ഞയച്ചു അങ്കിളിനെ കാണാൻ. അങ്കിൾ, എന്തെങ്കിലും ഒരു ജോലി. ഓ, ജോലി. തൽക്കാലം ഞാനൊരു ടെലിഫോൺ ഓപ്പറേറ്റർ ആയിട്ട് നിയമിക്കാം. എന്താ പോരെ? താങ്ക് യു അങ്കിൾ. 250 രൂപ ശമ്പളം തരും. You're too sweet, uncle. You're too sweet. How nice. Sir. Don't be silly. നിങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾ അഴിഞ്ഞാടി നടക്കുന്നവരാണെന്നാണോ വിചാരം? അത്ര കേമിയൊന്നും വേണ്ട. ചട്ടക്കാരികളെ ഞാൻ കണ്ടിട്ടുണ്ട്. മിസ്റ്റർ പിള്ളേ,
മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങളുടെ ജോലിയും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളൊരു അല്പനാണ്. ഹലോ ജൂലി, ഹൗ ഡു യു ഡു ഡാർലിംഗ്? എന്താ ജൂലി, എന്നെ മറന്നോ? ഞാൻ വന്നിട്ട് 2 ദിവസമായി. ഉഷയോട് ചോദിക്കായിരുന്നു, അവളൊന്നും പറഞ്ഞില്ല. ഇനി എപ്പോഴാ കാണുക? ഒരിക്കലും കാണില്ല. നേരം പോക്ക് പറയാതെ ഒരു പോവാം. ആരെങ്കിലും കാണും. വിടു ശശി. ആര് കണ്ടാലെന്ത്? നീ എന്റേതല്ലേ? പ്ലീസ് ശശി. എനിക്ക് പലതും സംസാരിക്കാനോ. നോ. വരൂ ജൂലി. പ്ലീസ്. Julie, what do you mean, Julie? ഞാൻ ഈ നാട്ടിൽ ആരും അറിയാതെ ശശിയുടെ കുഞ്ഞിനെ പ്രസവിച്ചു. ഒരു അനാഥാലയത്തിന് സമ്മാനിച്ചു. ഞാൻ മഹാപാപിയാണ് ശശി. What have you done, Julie? My God. Julie, ഞാൻ നിന്നെ വിവാഹം കഴിക്കും. ജൂലിക്ക് സമ്മതമാണോ? Yes, Julie, I mean it. ശശി, എനിക്ക് എന്റെ കുഞ്ഞില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല ശശി. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ജാതി മതം ഒന്നും നോക്കില്ല. എനിക്ക് എന്റെ കുഞ്ഞിന്റെ കൂടെ ജീവിച്ചാൽ മതി ശശി. മതി. ജൂലി ഇപ്പോൾ ഇറങ്ങിക്കോളൂ. നാളെ പാലത്തിന്റെ താഴെ കാത്തിരിക്കണം. ശശി, ഞാൻ വീട്ടിൽ നിന്നും സമ്മതം വാങ്ങിച്ചുകൊണ്ട് വരാം. കാത്തു നിൽക്കണോ? Please do that, darling. Just for me. Okay. Bye, ശശി. Bye, darling. My God. Julie, oh my Julie, darling, yeah, lucky Julie. അച്ഛൻ സമ്മതിച്ചോ? അച്ഛൻ പ്രശ്നമല്ലല്ലോ, അമ്മ സമ്മതിച്ചു. നമുക്ക് കുട്ടികളുടെ കാര്യം പറഞ്ഞോ? നമുക്ക് കുട്ടിയുടെ കാര്യം പറഞ്ഞില്ല. അതെല്ലാം പറഞ്ഞാൽ കുഴപ്പമാ. അതൊക്കെ പിന്നെ പറയാം. എനിക്ക് നിന്നോട് സ്നേഹമാണെന്നും നിന്നെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞു. ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അമ്മയ്ക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു. ഉടനെ പോകണം. വരൂട്ടി. എടാടാ, ഞങ്ങള് പെണ്ണുങ്ങൾ വർത്താനം പറയുന്നിടത്തെ നിനക്കെന്താ കാര്യം? നീ അവിടെ നിൽക്കൂ. വരൂ. അയ്യോ, അതൊന്നും സാരമില്ല. ഈ ആചാരങ്ങളൊക്കെ ഞാനങ്ങ് വിട്ടു. കാലം മാറി വരികയല്ലേ. വരൂ, ഇരിക്കൂ. വേണ്ട, ഇരിക്കൂട്ടി.
അപ്പോ നിങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചു. നീ ഒരു ക്രിസ്ത്യാനി, അവനൊരു ഹിന്ദു. ഈ വിവാഹം ശുഭമാവുമോ? ഒരു തെറ്റും എന്നിൽ നിന്നുണ്ടാവില്ല. ഞാൻ എന്തും സഹിക്കും. ഇരിക്കൂ, ഇരിക്കൂ. ശശി ഒരു ഭ്രാന്തനാണ്. അവൻ പറയുന്നതൊന്നും കേട്ട് നീ ഇളകരുത്. അത് നിന്റെ ഭാവിക്കും ദോഷമായിരിക്കും. അതുകൊണ്ട് നീ അവനോട് തീർത്ത് പറയണം, ഈ വിവാഹം നിനക്ക് ഇഷ്ടമില്ല എന്ന്. ആന്റി എന്നെ നിർബന്ധിക്കരുത്. ഈ ജീവിതത്തിൽ എനിക്ക് ശശിയെ പിരിയാൻ കഴിയില്ല. ആന്റിയോ? എടി, നീ എന്റെ മകനെ കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നു അല്ലേ? എടി, എന്റെ മകൻ ആരെന്ന് വിചാരിച്ചു നീ? ഇറങ്ങി വഴിക്ക് പുറത്ത്. എടി ഇറങ്ങി, എടി ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? എനിക്കെടാ ഭ്രാന്ത്, നിനക്കാണ്. എടാ മിണ്ടിപ്പോകരുത്, നിന്നെ ഞാൻ കൊന്നോളെ. എടി അനാവശ്യം കാണിക്കുന്നു. ഇറങ്ങി, എടി ഇറങ്ങി. നിന്റെ Julie, I said don't go, Julie. Yes, mummy. മോളെ, നമ്മൾ ഭാഗ്യം ചെയ്തിരിക്കുന്നു മോളെ. We are so lucky. ജിമ്മിയുടെ കേബിളൊന്നും ജൂലി, ഉടനെ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. നാളത്തെ മെയിലിൽ തന്നെ നമ്മൾ മദ്രാസിലേക്ക് പോകും. പാസ്പോർട്ടിന് ടിക്കറ്റിന് വേണ്ട ഏർപ്പാടെല്ലാം ജിമ്മി ചെയ്തിട്ടുണ്ട്. ഒരു ദിവസത്തെ യാത്ര, അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തി. ഇതാണ് മോന്റെ സ്വഭാവം. നിങ്ങൾ ഒരുത്തനാണ് അവനെ വഷളാക്കിയത്. ശശി, ശശി, നിന്റെ അമ്മ പറഞ്ഞതെല്ലാം നേരാണോടാ? നേരാണോടാ ഇത്? അതെ. പഠിക്കാന്റെ കാരണത്ത് എടാ, ഹിന്ദുക്കളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ജാതിയിൽ നിന്ന് നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചാലും ഞാൻ സഹിക്കുമായിരുന്നടാ. ഈ വൃത്തികെട്ട ചട്ടക്കാരത്തെ നീ കണ്ടുള്ളൂ അല്ലേ? സംസ്കാരമില്ലാത്ത തെണ്ടി പെണ്ണ്. പിന്നെ ആരായി? നിന്റെ അച്ഛനോ? അച്ഛന്റെയും അമ്മയുടെയും മകൻ, 3 നേരം പൂജിക്കുന്ന അമ്മയുടെ മകൻ, എന്റെ ചേട്ടൻ. ജൂലിയെ പറഞ്ഞു ചതിച്ച് ഗർഭിണിയാക്കിയ ഈ മനുഷ്യൻ. ആ പാവപ്പെട്ട പെണ്ണ് ഇന്നൊരു കുഞ്ഞിന്റെ അമ്മയാണ്. ജോണി പറഞ്ഞു വീട്ടു സാധനങ്ങളെല്ലാം വിൽക്കണമെന്ന്. റിച്ചർഡ് വിചാരിച്ച കുറച്ച് കൂടുതൽ വില കിട്ടും. ഞാൻ ശ്രമിക്കാം. താങ്ക് യു. ഞങ്ങൾ നമ്മുടെ നാട്ടിലെത്തിയാലുടനെ ജോലിക്ക് ജോലി കിട്ടും. റിച്ചർഡിനും ജോലിക്ക് ശ്രമിക്കട്ടെ? വരുമോ? കാപ്പി വേണം, ചായ വേണം? എനിക്കിപ്പോ ഒന്നും വേണ്ട. അതൊന്നും പറ്റില്ല, എന്തെങ്കിലും കഴിച്ചു നോക്കുള്ളൂ. Come on, sit down, sit down. I bring you coffee. Julie, come dear. Hello, Chi. ഹലോ, how are you? ജൂലി, നീ എന്താ എപ്പോഴും ഇങ്ങനെ വിഷമിക്കുന്നത്? നിനക്ക് ഞാനുണ്ട് ജൂലി. ചേട്ടനെ വേദനിപ്പിച്ചതൊന്നും പോരായിരിക്കും. അതെല്ലാം നമുക്ക് മറക്കാം. മമ്മി എല്ലാം UK-ലേക്ക് പോകട്ടെ, നമുക്കിവിടെ താമസിക്കാം. ജൂലി, ഐ വിൽ മാരി യു. പ്ലീസ്. Bring it, bring it. Good morning, sir. മോർണിംഗ്. മിസ്സസ് മോറിസും കുടുംബവും ഇന്ന് ഇംഗ്ലണ്ടിലേക്ക് യാത്രയാകണമെന്ന് ഞാൻ അറിഞ്ഞു. യെസ്, ഞങ്ങൾ ഇന്ന് മെയിലിന് പോവുകയാണ്. മദ്രാസിൽ 2 ആഴ്ച താമസം കാണും. മിസ്റ്റർ മോറിസിന്റെ ചില സ്പെഷ്യൽ ക്ലെയിംസ് എല്ലാം അനുവദിച്ചു വന്നിട്ടുണ്ട്. ഏകദേശം 3000 രൂപയോളം വരും. വേണമെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് പോവാം. വളരെ ഉപകാരം, സാർ. നിങ്ങൾ മദ്രാസിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അത് കിട്ടാൻ വേണ്ട ഏർപ്പാട് ഞാൻ ചെയ്തോളാം. താങ്ക് യു, സാർ. മറ്റാരോടും ഇല്ലെങ്കിലും
മിസ്റ്റർ മോറിസിനോട് എനിക്ക് ചില വ്യക്തിപരമായ കടപ്പാടുകളുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ എല്ലാവരും ഒരു പേപ്പർ ഒപ്പിട്ട് തരേണ്ടതായിട്ടുണ്ട്. മെയിൽ പോകുന്നതിന് മുമ്പേ സമയം കാണൂ സാർ. ഓ, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി എന്റെ ക്വാർട്ടേഴ്സിൽ വന്നാൽ മതി. ഞാൻ ഫയൽ അവിടെ വരച്ചു വെപ്പിക്കാം. ശരി സാർ, വരാം. Come on, go and get other things. മമ്മി, ജോലി, ഞാൻ പോകുന്നു. നിങ്ങളെ യാത്രയാക്കാൻ സ്റ്റേഷനിലേക്ക് ഞാൻ വരില്ല. ഗുഡ് ബൈ.